കാഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകം മുഴുവൻ സുഖമായി ഭവിക്കട്ടെ. ഇതാണ് എല്ലാ സന്മനസ്സുള്ളവരുടെയും ആഗ്രഹം. നിർഭാഗ്യവശാൽ ലോകത്ത് പലയിടങ്ങളിലും അശാന്തി പടരുന്നുണ്ട്. അതിനെതിരെ എന്ന വണ്ണം ലോകത്ത് ശാന്തി വിതയ്ക്കുന്നതിനായി ഒരു പഴയകാല യാഗത്തെ വീണ്ടും കൊണ്ടുവരുന്നു. ദേവിയാർ കിരാത ചാമുണ്ടേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അവിടെ സംഭവിക്കുന്നത് അഷ്ടലക്ഷ്മി യാഗം എന്ന പേരിൽ ഒരു വലിയ യജ്ഞമാണ്. അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് അഷ്ടലക്ഷ്മി യാഗത്തിൻ്റെ യാഗബ്രഹ്മൻ ഡോക്ടർ BK അശോക് കുമാർ ചോറ്റാനിക്കര. സ്വാഗതം സർ. നമസ്കാരം സർ. വളരെ കൗതുകമാർന്ന, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു യാഗം, അതിനെ യജ്ഞമെന്നോ യാഗമെന്നോ ഒക്കെ നമ്മൾ വിളിക്കും. വളരെ പൗരാണികമായ വളരെ പ്രാക്തനമായ ഒരു ചരിത്രവും യാഗങ്ങൾക്കുണ്ട് നമ്മളെ സംബന്ധിച്ച്, ഭാരതീയരെ സംബന്ധിച്ച്. അത് ആത്മീയമായും ഭൗതികമായും ഒക്കെ അതിനെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ സെപ്റ്റംബർ മാസം ആദ്യമാണെന്ന് ഞാൻ കേട്ടത്, നമ്മുടെ ദേവിയാർ കോളനി 10ാം മൈലിൽ അവിടുത്തെ കിരാത ചാമുണ്ടീശ്വര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഷ്ടലക്ഷ്മി യാഗം നടത്തുന്നു എന്ന് പറയും. അങ്ങാണ് അതിൻ്റെ യാഗബ്രഹ്മൻ. അങ്ങ് കൈലാസിയാണ് താൻ, അരിതിലാണ് അറിയപ്പെടുന്നത്. അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് മാത്രമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് ഈ അഷ്ടലക്ഷ്മി യാഗം കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അഷ്ടലക്ഷ്മി യാഗം പ്രധാനമായിട്ടുള്ളത് 2 തരത്തിലാണ്: വൈദിക യാഗങ്ങളും താന്ത്രിക യാഗങ്ങളും. അതിൽ താന്ത്രിക യാഗത്തിൽപ്പെട്ടതാണ് അഷ്ടലക്ഷ്മി യാഗം. 8 ലക്ഷ്മികളുടെ, മഹാലക്ഷ്മിയുടെ തന്നെ 8 ഭാവങ്ങളെ 8 ദിവസം വ്യത്യസ്ത രീതിയിൽ ഹോമപൂജയോടുകൂടി ചെയ്യുന്നതാണ്. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ യാഗമാണ്. ചരിത്രത്തിൽ ഇതുവരെ ഇടുക്കി ജില്ലയിൽ യാഗം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ യാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അതോടൊപ്പം അഷ്ടലക്ഷ്മി യാഗം കേരളത്തിൽ തന്നെ അപൂർവമായിട്ടേ ഉള്ളൂ. ഈ യാഗത്തിൻ്റെ ഏറ്റവും അടുത്തൊരു പ്രധാനമെന്ന് പറയുന്നത്, ഈ വൈദിക യാഗങ്ങളെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. സോമയാഗം, അതിരാത്രം, വാജപേയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അശ്വമേധം ഒക്കെ എല്ലാം വൈദിക യാഗം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ താന്ത്രിക യാഗങ്ങൾ കേരളത്തിൽ കുറവേ നടന്നിട്ടുള്ളൂ. ഇതിനൊരു വളരെ പ്രധാനം കൂടി ഈ സമയത്തുണ്ട്. നമ്മളുടെ മറ്റുള്ള യാഗങ്ങളിലെല്ലാം തന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, യാഗത്തിൻ്റെ ആചാര്യനായിട്ട് നിർത്തുന്നതും ഈ യാഗബ്രഹ്മനും കൂടാതെ ഒരു യജമാനനുണ്ടാവും. ഈ യാഗത്തിൻ്റെ യജമാനൻ എന്ന് പറയുന്നത് ഭക്തനാണ്. എല്ലാ യാഗങ്ങൾക്കും അതുപോലെയാണോ? മറ്റുള്ള യാഗങ്ങൾക്കൊക്കെ യജമാനനാണ്. അവിടെ യജമാന്റെ പത്നിയും ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുക, ആ യാഗാഗ്നിയെ സൂക്ഷിക്കുന്നതും ഒക്കെ. ഇവിടെ 2 മൂർത്ത രൂപങ്ങൾ അവിടെ ഉണ്ടാവും. ഈ 2 ആളുകളാണ് ഉണ്ടാവുന്നത്. 2 ആളുകൾ ഒരു വർഷത്തെ വ്രതം എടുത്തിട്ടാണ് അവർ അതിൽ പങ്കെടുക്കുക. ഇവിടെ യജമാനനായിട്ടിരിക്കുന്നത് ഭക്തനാണ്. എല്ലാ ഭക്തന്മാരും അവർക്ക് ഈ വ്രതം ഉണ്ടാകുമോ? അവർക്ക് അവരുടേതായ ശുദ്ധി അവർ പാലിച്ചിട്ടാണ് വരിക. അതെ. പിന്നീട് ഇതിൻ്റെ അടുത്തൊരു പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യാഗം അനുഷ്ഠിക്കുന്നത് ഓരോ വ്യക്തിയുമാണ് യാഗം ചെയ്യുന്നത്. മറ്റുള്ള യാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ അതിനകത്ത് ഭാഗഭാക്കാകുന്നത് അതിനു വേണ്ട ധനം കൊടുത്തിട്ടോ മറ്റുള്ള ദ്രവ്യങ്ങൾ സമർപ്പിച്ചിട്ടോ ആണ്. അതിൻ്റെ ആചാര്യനോ അവരായിരിക്കും ഈ പൂജാദികൾ, ഹോമാദികൾ നടത്തുക. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനം, ഈ വരുന്ന ഓരോ ഭക്തനും യാഗം ചെയ്യുന്നു എന്നുള്ളതാണ്. അവന് ഇതിനെ മുൻ പരിചയമൊന്നുമില്ലല്ലോ. ഒരു ശരാശരി ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ യാഗത്തിൽ എന്തനുഷ്ഠിക്കണം എന്നതിനെ സംബന്ധിച്ച് ആചാരപരമായ യാതൊരുവിധ മുന്നനുഭവങ്ങളും അവനില്ല. അതെങ്ങനെ പരിഹരിക്കും? നമ്മൾ യാഗം ചെയ്യാൻ വരുന്നവർക്ക് വേണ്ട ടീച്ചിങ്സ് കൊടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള ക്ലാസ്സുകളായിട്ട് അവർക്ക് വേണ്ട മന്ത്രോപദേശം വേണ്ടവർക്ക് മന്ത്രോപദേശം കൊടുത്ത് അതെങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുള്ളൊരു ടീം അവിടെ തന്നെ ഉണ്ടാവും. ഈ യാഗത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ട്. അതോടൊപ്പം ആ സമയത്താണ് വരാൻ ഒരാൾക്ക് പറ്റുന്നതെങ്കിൽ അവിടെ അതിനുള്ള സംവിധാനമുണ്ട്. ആ വരുന്ന സമയത്ത് തന്നെ അവർക്ക് വേണ്ട ടീച്ചിങ്സ് കൊടുത്തിട്ട് അവർക്ക് ചൊല്ലേണ്ട മന്ത്രം എന്താണ്, എങ്ങനെയാണത് ചെയ്യേണ്ടത് പഠിപ്പിച്ച് അവരുടെ കൂടെ ഒരാൾ നിന്നിട്ടാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതിപ്പോൾ ക്ഷേത്ര പരിസരത്താണോ ഇത് സംഘടിപ്പിക്കുക? ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ ആ പരിസരം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ പരിസരം, ശരിക്കും ക്ഷേത്രത്തിൻ്റെ പരിസരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എനർജി ഫീൽഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഓരോ ക്ഷേത്രങ്ങൾ 3 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ഫീൽഡ് ഉണ്ടാവുക. ഈ ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ തന്നെയാണ് ഈ യാഗം നടക്കുന്നത്. ഈ അങ്ങിപ്പോൾ സൂചിപ്പിച്ചല്ലോ, അതിൻ്റെ ഒരു എനർജി
ഏരിയ എന്ന്. എല്ലാ ആരാധനാലയങ്ങളും അങ്ങനെ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട്, ഒരു ഊർജ്ജവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് വരുന്നുണ്ട്. ആ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസം അങ്ങേക്കുണ്ട്? അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയണത്. എനർജി ഉണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ. ഈ എനർജി ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് കൂട്ടായ പ്രാർത്ഥന എവിടെ നടക്കുന്നു അവിടെ ഒരു എനർജി ഉണ്ട്. കാരണം അതെല്ലാം ഒരു പോസിറ്റീവ് എനർജിയുടെ ഭാഗമാണല്ലോ പ്രാർത്ഥനകളെല്ലാം. അതെ, അതുകൊണ്ട് അവിടെ ആ പരിസരത്തിന് ഒരു എനർജി ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ യാഗം ചെയ്യുന്നത് തന്നെ ലോക ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. സമസ്ത ജനങ്ങൾക്കും ഉണ്ടാവുന്ന, ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടില്ല. എല്ലാ യാഗങ്ങളും ചെയ്യുന്നത് ലോകത്തിന്റെ ഉപകാരത്തിന്. ഈ ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഉപനിഷത്ത് വാക്യം പോലെ അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. അതെ. കാരണം ഇപ്പം ഈ യാഗം ചെയ്യുന്ന സമയത്ത് ഇതിൽ പങ്കെടുക്കുന്നവനും ഈ പ്രദേശവാസികൾക്ക് മുഴുവനും എന്ന് വേണ്ട നമ്മുടെ ചുറ്റിലുള്ള ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഗുണം കിട്ടുന്ന തരത്തിലാണ് യാഗങ്ങൾ നടത്തുന്നത്. ഭാസ്കരൻ മാഷിന്റെ വരികൾ പോലെ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മെഴുതിരക്കൂ. അത് തന്നെയാണ് ലക്ഷ്യം. അതാണ് ലക്ഷ്യം. അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര ദിവസത്തേക്കായിരിക്കും തിരുമേനി? ഇത് 10 ദിവസമാണ് ഈ യാഗം. അഷ്ടലക്ഷ്മി യാഗത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വിഗ്രഹത്തിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അതിനുശേഷം മഹാലക്ഷ്മി യാഗം എല്ലാ ദിവസവും നടക്കും. ഓരോ ലക്ഷ്മിയാൽ 8 ലക്ഷ്മികളാണ്. ആദിലക്ഷ്മി, ഭാഗ്യലക്ഷ്മി, ധനലക്ഷ്മി, സന്താനലക്ഷ്മി, ഗജലക്ഷ്മി, വിദ്യാലക്ഷ്മി, ഇങ്ങനെ ഓരോ ലക്ഷ്മിയാണ്. ധൈര്യലക്ഷ്മി, ഇങ്ങനെ ഓരോ ലക്ഷ്മികളാണ്. ഈ ലക്ഷ്മികളെ എല്ലാം തന്നെ ഓരോ ദിവസം പൂജിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മി യാഗം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കും. ഇത് 8 ദിവസം കൊണ്ട് യാഗം അവസാനിച്ച്, അതായത് നവരാത്രി കാലഘട്ടത്തിലാണ് ഈ യാഗം നടക്കുന്നത്. അത് തന്നെ പ്രധാനമാണ്. നവരാത്രി എപ്പോഴും ദേവി പൂജയ്ക്ക് വളരെ പ്രധാനമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പൂജകൾ കേരളത്തിലാകമാനം ഭാരതത്തിലാകമാനം നടക്കുന്നതാണ്. സമയം കൂടിയാണ് അത്. അതെ, അതിൻ്റെ ഒരു സമയമാണ്. ആ സമയത്ത് നടക്കുന്നു. എന്നാൽ സപ്തമിക്ക് യാഗം അവസാനിക്കും. കാരണം എന്താണ്? അഷ്ടമിക്ക് ആളുകൾക്ക് പൂജ വയ്ക്കലും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിനാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് 10 ദിവസമാണ് ഈ യാഗം. ഇതിൽ ഏത് ദിവസവും ആളുകൾക്ക് യാഗത്തിൽ പങ്കെടുക്കാം, സ്വയം യാഗം ചെയ്യാം. പൂർണ്ണ ദിവസം വരുന്നവർക്ക് അങ്ങനെ പങ്കെടുക്കാം. അതല്ല, ഒരു ദിവസം വന്ന് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പങ്കെടുക്കാം. ഈ 10 ദിവസവും ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ ഒരു മുക്തി അല്ലെങ്കിൽ ഒരു മോക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ഉദ്ദിഷ്ട കാര്യ സാധ്യമാണ് ഏതൊരു യാഗത്തിൻ്റെയും ലക്ഷ്യം ആയിരിക്കേണ്ടത്. അതിൽ മറ്റുള്ള യാഗങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് അവർ മോക്ഷദായകങ്ങളായിട്ടതാണ്. ഇതിനകത്ത് രോഗവിമുക്തി പറയുന്നുണ്ടല്ലോ തിരുമേനി? ഉണ്ട്. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ? ഉണ്ട്. പൊതുവെ നമുക്ക് രോഗാതുരമാണല്ലോ നമ്മുടെ സമൂഹം. ഇപ്പോൾ കേരളം പ്രത്യേകിച്ച് നമ്മൾ മരുന്നുകളുടെയൊക്കെ ഒരു കലവറയായി മാറുകയും രോഗങ്ങളുടെ ഒരു വല്ലാത്ത കേന്ദ്രമായി മാറുകയും മരുന്ന് വിൽപ്പന പൊടിപൊടിക്കുന്ന ഒരു കാലവും കൂടിയാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നൊരു മുക്തിയും കൂടി ഇതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്? ഉറപ്പായിട്ടും കിട്ടും. അതായത് ഈ യാഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ മറ്റുള്ള യാഗങ്ങൾ മോക്ഷത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഈ യാഗം ചെയ്യുന്നത് നമ്മളുടെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനാണ്. എന്താണോ നിൻ്റെ ആവശ്യങ്ങൾ, ഒരു ഭൗതികമായ മനുഷ്യന് ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ട മാർഗങ്ങളാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി യാഗം എന്ന് പറയുന്നത്. അഷ്ടലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ നീടാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ തന്നെ ധനത്തിൻ്റെ ദേവതയായിട്ടാണ്, ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. അതിൽ തന്നെ സന്താനലക്ഷ്മി എന്ന് വെച്ചാൽ എന്താ? സന്താനങ്ങളുടെ ഐശ്വര്യം, അഭിവൃദ്ധി, സന്താന ഭാഗ്യം, കുട്ടി ഉണ്ടാവുക, ഇതുമായി ബന്ധപ്പെട്ടിട്ട്. വിദ്യാലക്ഷ്മി എന്ന് പറയുമ്പോൾ ആ വിദ്യയുടെ എല്ലാ മേഖലകളും ഒരു പ്രത്യേക ലക്ഷ്മി പ്രത്യേകം നമുക്കുണ്ടല്ലോ. നമുക്ക് പ്രത്യേക ആരാധന, നമുക്ക് സരസ്വതി ദേവി ഉണ്ടല്ലോ. ലക്ഷ്മി ദേവിയെ പലപ്പോഴും അതിന്റെ മേളിൽ കാണുന്നുണ്ടോ? ലക്ഷ്മി ദേവി സരസ്വതി തമ്മിൽ, സരസ്വതി എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ആ ശബ്ദശക്തികളുടെ ദേവതയാകുമ്പോൾ ലക്ഷ്മിയുടെ കൂടെ എപ്പോഴും എന്താ, വിദ്യയുടെ പുറകെയാണ് സരസ്വതി. അത് സരസ്വതിയുടെ പുറകെ, വിദ്യ എന്ന് വെച്ചാൽ സരസ്വതിയാണല്ലോ, അതിന്റെ പുറകെയാണ് ആര്? ലക്ഷ്മി അല്ലേ? അപ്പൊ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എവിടെയാണോ വിദ്യയുള്ളത്, സരസ്വതി ഉള്ളത്, അവിടെ ആരുണ്ടാവും? ലക്ഷ്മി ഉണ്ടാവും. അപ്പോൾ ഈ വിദ്യാദേവതയെ പൂജിക്കുന്നവന്റെ കൂടെയാണ് ആര് വരിക? ലക്ഷ്മി ദേവത വരിക. ഈ ധനത്തിന് അതിന് ചില നെഗറ്റീവ് സൈഡും കൂടി ഉണ്ടല്ലോ. ധനം മനുഷ്യന് ഐശ്വര്യം പകരുമെങ്കിലും പലപ്പോഴും നമ്മൾ അടുത്ത കാലത്ത് കണ്ടുവരുന്നത് ധനം അതിൻ്റെ നെഗറ്റീവ് സൈഡ്, അതായത് ഉള്ള ലക്ഷ്മിയെ നമ്മുടെ ഇടത്തിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു അവസ്ഥയിലേക്ക് ചില ആളുകൾ ആർത്തി പൂണ്ട് പോകാറുണ്ടല്ലോ. ഇവിടെ ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനം കൊണ്ടുള്ള ഐശ്വര്യമാണ്. പണം എന്ന അർത്ഥത്തിൽ മാത്രമല്ല. ധനം എന്ന് പറഞ്ഞാൽ വിദ്യാധനം, അതൊരു ധനമല്ലേ? ആരോഗ്യം നല്ലൊരു ധനമാണല്ലോ അല്ലേ? വിദ്യ ധനമാണ്, ആരോഗ്യം ധനമാണ്. അതിലുപരി ഏറ്റവും വലിയ ധനം എന്താ? മനസമാധാനം. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ധനം എന്ന് പറയുന്നത് ഞാൻ സ്വാസ്ഥ്യനാണ്, സ്വസ്ഥതയുള്ളവനാണ്, എനിക്ക് സമാധാനമുള്ളവനാണ്, സുഖമുള്ളവനാണ് എന്നുള്ളതാണ്.
പിന്നെ ധാന്യം പറയുന്നുണ്ടല്ലോ. ധാന്യം പറയുന്നുണ്ട്. അത് വലിയ സമൃദ്ധിയുടെ പിന്നെ സമൃദ്ധി, കാരണം നമുക്ക് എന്തെല്ലാം വേണമെങ്കിലും അല്ലേ, നമ്മൾ പറയുമ്പോൾ തന്നെ പറയും അന്നവിചാരം മുന്നവിചാരം. നമുക്ക് എപ്പോഴും നമ്മളുടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നടത്തുമ്പോഴും എല്ലാ ആചാര്യന്മാരും പറയും ഉദരനിമിത്തം ബഹികൃത വേഷം. തീർച്ചയായും കുഞ്ചൻ അതെ അതെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തന്നെയല്ല, എല്ലാ അമ്മമാരും അന്നപൂർണേശ്വരിമാരാകണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അതെ 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 അല്ലേ? അതെ. തീർച്ചയായിട്ടും അന്നം വിളമ്പുന്ന, അന്നം പണ്ടൊക്കെ എല്ലാ വീടുകളിലും ചെന്നാൽ ആദ്യം ചോദിച്ചിരുന്നത് വരൂ ഇരിക്കൂ ഭക്ഷണം കഴിച്ചോന്ന്. അത് തന്നെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. അത് ചോദിക്കുക അങ്ങനെയാ. അപ്പൊ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങ് വന്നാൽ ഞാൻ ഇല്ലെങ്കിൽ പോലും അങ്ങക്ക് അവിടെ താമസിക്കാനുള്ള സംവിധാനമുണ്ട്. പണ്ടത്തെ വീടുകൾ അങ്ങനെയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അകത്തേക്ക് വരൂ എന്നല്ല പറയാ, വരൂ ഇരിക്കൂന്ന. അകത്തേക്ക് കയറരുതെന്നുള്ള വേറൊരു സംജ്ഞയാണല്ലോ. തീർച്ചയായിട്ടും. തന്നെയല്ല, മുറ്റത്ത് ആരെങ്കിലും വരുമ്പോഴേക്കും ഗ്രഹനാഥനോ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാ. കാരണം ഇങ്ങോട്ട് ഔട്ടാണ്, അവിടെ നിന്ന് സിറ്റ് ഔട്ടാണ്, അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അപ്പൊ അത്തരം ദോഷങ്ങൾക്കൊക്കെ ഒരു നിവൃത്തി ഇല്ലേ? പ്രത്യേകിച്ച് ഒരു കലികാലമാണല്ലോ. ഇപ്പൊ നമ്മുടെ ഒരു പൗരാണിക വിശ്വാസം അനുസരിച്ച് കലികാലത്തിന്റെ അവസാന നാളുകളിലേക്കൊന്നും എത്തിയിട്ടില്ല അല്ലേ? എത്തിയിട്ടില്ല. എന്നാൽ പോലും കലികാലത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. വേനൽ വർഷമാകുന്നു, വർഷം വേനലാകുന്നു. അതുപോലെ ഭൂമിയിൽ എല്ലാവരും തന്നെ ദുഷ്ടന്മാരായി തീരുന്ന ഒരു അവസാന കാലം ഇല്ലേ? അത് ആ സമയത്താണല്ലോ കൽക്കി അവതരിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൽക്കിയുടെ അവതാരം സമയം തീർത്തും അടുത്തിട്ടില്ലെങ്കിൽ പോലും ഭൂമിയിൽ ദുഷ്ടന്മാരുടെ എണ്ണം പെരുകുന്നുണ്ട് അല്ലേ? ആടുകളുടെ എണ്ണം കുറയുകയും ചെന്നാക്കളുടെ എണ്ണം വല്ലാതെ കൂടുകയും ചെയ്യും പണ്ടത്തെ അപേക്ഷിച്ച്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലായിരിക്കുമല്ലോ ഇത്. എല്ലാത്തരം പ്രശ്നങ്ങളെയും പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പല ആളുകളുടെയും പ്രശ്നം എന്താ? ചിലർക്ക് വാസ്തുദോഷം, ചിലർക്ക് വസ്തുദോഷം, ചിലർക്ക് ധനമില്ല. ഒരേ പ്രശ്നമില്ല, ജോലിയില്ല. ഒരാൾക്ക് ജോലിയാണ് ആവശ്യം. അപ്പോൾ അവൻ ഇതിൽ വന്ന് പങ്കെടുത്ത് ഇതിലൊരു പ്രത്യേകത ഈ യാഗത്തിനുള്ളത്, യാഗം കഴിഞ്ഞ് അത് അവസാനിപ്പിക്കുകയല്ല. യാഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ആഗ്രഹങ്ങൾ സബലീകൃതമായ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. ഇവരെന്തിനാണ് ഈ യാഗം നടത്തിയെന്ന് വെച്ചാൽ ഇത് നടന്നിട്ടുണ്ടോ എന്നൊരു ഫോളോ അപ്പ് കൂടി ഈ സമിതി നടത്തുന്നുണ്ടെന്നുള്ളതാണ്. മറ്റുള്ള എല്ലാം ആ പരിപാടിയോട് കൂടി സാധാരണ എന്താ ചെയ്യാറ്? അടുത്ത പരിപാടിക്കാണല്ലോ പിന്നെ നമ്മൾ. ഇതിന്റെ ഒരു ദോഷങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇതിന്റെ ഗുണങ്ങൾ സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ, അതിന്റെ സ്പന്ദനങ്ങൾ ഉണ്ടാവും എന്ന് ഒരു ഫോളോ അപ്പ് ഉണ്ടാവും എന്നാണ്. ഫോളോ അപ്പ് ഉണ്ടാവും. അതൊരു ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിന് സംശയമില്ല. കാരണം അവരാണ് ചെയ്യുന്നത്. ഒരു യുക്തിവാദിയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ യുക്തിവാദിയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുകയാണോ, അപ്പോൾ ഇത്തരം യാഗങ്ങൾ നടക്കുന്നത് കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ എന്ന് ചിന്തിക്കാമല്ലോ. സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഈ യാഗങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രീയമായി എന്ത് പിൻബലമാണ് ഇതിനുള്ളത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അങ്ങയുടെ മറുപടി? ശാസ്ത്രീയപരമായ യാഗങ്ങളുടെ പിൻബലം എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ സയൻസ്, ഫിസിക്സും കെമിസ്ട്രി ബയോളജിയും ഒക്കെയാണല്ലോ ഇന്നത്തെ പ്രധാന കാര്യം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമുണ്ടോ? അങ്ങനെയാണ് ചോദിക്കാറ്. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അങ്ങ് കണ്ടിട്ടുണ്ടോ ദൈവത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റി. പക്ഷേ ചിലർ വിശ്വാസിയായിരിക്കാം, പറയാൻ പറ്റില്ല, വിശ്വാസിയായിരിക്കാം. അതെൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വിശ്വസിക്കുന്നവനാണ് അല്ലേ. പക്ഷേ ശരിക്കും ദൈവമുണ്ടോ എന്ന് എന്തുകൊണ്ട് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തു കൂടാ? മെറ്റീരിയൽ വേൾഡിൽ കാണുന്ന എല്ലാത്തിനെയും നമ്മൾ എന്താ പറയുക? മാറ്റർ. നമ്മളത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ദ്രവ്യമാണ്. ഈ ദ്രവ്യം അത് ഘനീഭവിച്ചാൽ എന്താവും? അത് ദ്രാവകമാവും, വാതകമാവും, പ്ലാസ്മയാവും. വീണ്ടും അത് എന്തായിട്ട് മാറും? എനർജി ആയിട്ട് മാറും. പിന്നെ അതെന്തായിട്ട് മാറും? എനർജി ഇല്ലാത്ത അവസ്ഥയായിട്ട് മാറുമല്ലോ. അതാണല്ലോ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന 8-9 ക്ലാസ്സുകളിൽ നമ്മളെ പഠിപ്പിക്കും. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ ആവും. ഇതിനൊന്നും എന്തില്ല? നമ്മളെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചാൽ ഒരു ഷേപ്പില്ല അല്ലേ? ഷേപ്പ്ലെസ് ആണ് അല്ലേ? ഒരു രൂപമില്ല. ഇതിന് പ്രത്യേക എനർജി വല്ലതും ഉണ്ടോ? ഇല്ല. അടുത്തേക്ക് വരുമ്പോഴല്ലേ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വരുള്ളൂ. അപ്പോൾ എനർജി ഇല്ല. ഇതിന് പറയുന്നതാണ് എന്താണ്? ഷേപ്പ്ലെസ്, നിരാകാര, അല്ലെങ്കിൽ ഗുണമില്ല, നിർഗുണ, അരൂപി. അപ്പൊ നിരാകാര, നിർഗുണ, നിർവികാര പരബ്രഹ്മം. ആകാരമില്ലാത്തതും ഇതൊന്നും വികാരമില്ലാത്തതും സ്വരൂപമില്ലാത്തതും എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ അതിന് ഉപയോഗിക്കുന്നു എന്നുള്ളൂ. അതിനെ തന്നെ സ ആകാര സരൂപ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രോട്ടോണും ഇലക്ട്രോണും അടുത്ത് വരുമ്പോഴാണ് ഇതിന് പോസിറ്റീവ് ചാർജ് എന്തുണ്ടാവുന്നതും ഇതുണ്ടാവുന്നതും. ഇതിന് വ്യത്യസ്തമായ ഒരു നമ്മളെ ജീവിത സാഹചര്യത്തിൽ പല ജീവിത വിഭാഗങ്ങളുണ്ട്. മതം എന്നൊക്കെ നമുക്കതിനെ വേണമെങ്കിൽ വിളിക്കാം. നല്ലൊരു സംസ്കാരം നമുക്ക് കണക്കെടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ പോലും എല്ലാവരും അവസാനം ഒന്നിച്ച് നിൽക്കുന്നത് ഒരു പോയിന്റിലല്ലേ? കാരണം എന്താ? മഹാദേവൻ എന്ന് പറഞ്ഞാലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെന്ന് പറഞ്ഞാലും എവിടെ ചെല്ലുമ്പോഴും അവസാനം എനർജിയിൽ ചെല്ലുന്നുണ്ടല്ലോ.
ബാക്കി മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് സയൻസും എനർജിയിൽ ചെല്ലുന്നു. തീർച്ചയായിട്ടും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ അടുക്ക് വരുന്ന പേഷ്യൻറ്റിന് അവസാനം ഞങ്ങൾ എന്താ പറയാറ്, ഒരു നിവൃത്തിയില്ലെങ്കിൽ ദൈവത്തെ വിളിക്കാം, പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിക്കാൻ പറയും. ഒരു സംശയമില്ല. പ്രാർത്ഥനയുടെ ബലം വളരെ വലുതാണ്. അതും ഒരു മനോബലം നൽകും. എന്നോട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രധാനപ്പെട്ട ഡോക്ടർ 91 എന്നോട് പറഞ്ഞാണ്, ആ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്, ഇറ്റ് ഈസ് ബിയോണ്ട് മെഡിക്കൽ സയൻസ്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നോ. അപ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ട് കുറേ സിസ്റ്റർമാർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഒരു പ്രാർത്ഥനാ മുറിയിലേക്ക് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടു നിന്ന ആളുകൾ, അത് പോട്ടെ, അത് വൈയക്തികമായ ഒരു കാര്യമാണ്. അല്ല, പക്ഷെ ആ കാര്യം സത്യമല്ലേ, അതൊരു സത്യമാണ്. അപ്പോൾ ആ എനർജി കൊണ്ടപ്പോൾ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ച് അവൻ മെറ്റീരിയലൈസ് ചെയ്യുന്നതിനെ വിശ്വസിക്കുന്നവനാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഊർജത്തെ അല്ലെങ്കിൽ ഈ എനർജിയെ അല്ലെങ്കിൽ ദൈവികമായ ശക്തിയെ ഒക്കെ മിക്കവാറും ആളുകൾ വിശ്വസിക്കുന്നവരാണ്. മിക്കവാറും ആളുകൾ വിശ്വസിക്കുന്നവരാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് വിശ്വസിക്കാത്തവർ സമൂഹത്തിൽ കുറച്ചേ ഉള്ളൂ. ഇനി മതപരമായ ചില ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഒക്കെ എതിർക്കുമെങ്കിൽ പോലും, ഞാനും പൂർണ്ണമായി എല്ലാത്തിനെയും ഒന്നും അംഗീകരിക്കുന്ന ആളല്ല, എന്നാൽ പോലും ഈശ്വരവിശ്വാസിയാണ്. അതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ ഈ ലോകം സൃഷ്ടിച്ച ഈ എല്ലാ അണ്ടകടാഹങ്ങൾക്കും, ഈ ബ്രഹ്മാണ്ടം, ക്ഷീരപഥം, സൗരയുധം, നക്ഷത്രങ്ങൾ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിന് ഈ സ്തുതിയുടെ ആവശ്യമുണ്ടോ? സ്തുതിക്കുന്നത് ഒരിക്കലും ദൈവത്തെയാണെന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണ. അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ്. ഞാനാണ് ഈശ്വരൻ, എൻ്റെ ഉള്ളിലാണ് 33 കോടി ദേവന്മാരും ഉള്ളത്, 33 കോടി അസുരന്മാരും എൻ്റെ ഉള്ളിലാണുള്ളത്, 33 കോടി മനുഷ്യന്മാരും എൻ്റെ ഉള്ളിലാണുള്ളത്. എപ്പോൾ എന്നിൽ നന്മ വർദ്ധിക്കുന്നോ ഞാൻ അന്നേരം ഈശ്വരനായിട്ട് മാറുന്നു, എപ്പോൾ എന്നിൽ തിന്മ വർദ്ധിക്കുന്നോ ഞാൻ അസുരനായിട്ട് മാറുന്നു, എപ്പോൾ ഞാൻ സമനായിരിക്കുന്നോ ഞാൻ മനുഷ്യനായിട്ട് മാറുന്നു. അപ്പോൾ ഞാൻ എന്നെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളാണ്, യാഗങ്ങളാണ്, ശ്രമങ്ങളാണ്, പ്രാർത്ഥനകളാണ് ഇത് നടക്കുന്നത്. എല്ലാ മന്ത്രങ്ങളും എല്ലാ ജാതിയും എല്ലാ മതവും എല്ലാം ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായി ആ വ്യക്തിയുടെ ഡെവലപ്മെന്റ് ആണ്. അഹം ബ്രഹ്മാസ്മിയുടെ മറ്റൊരു രൂപത്തെ സമർത്ഥിക്കാനാണോ ഈ അദ്വൈതവാദിയും അദ്വൈതത്തിന്റെ പ്രായോഗികവാദിയൊക്കെ ആയിരുന്ന ഗുരു കണ്ണാടി പ്രതിഷ്ഠിച്ചത്? അതെ, കണ്ണാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ പ്രതിബിംബമല്ലേ. ഇനി അതിനകത്ത് വേറൊരു വ്യാഖ്യാനമുണ്ട്. അവിടെ പ്രതിഷ്ഠിച്ചത് മിറർ എന്ന് പറയുന്ന കണ്ണാടിയല്ല. അല്ല, മിറർ കണ്ണാടിയല്ലേ, ദർപ്പണം. ആ അർത്ഥത്തിലുള്ള കണ്ണാടി പ്രതിഷ്ഠയല്ല ഗുരുദേവൻ ചെയ്തത്. ആ ഗുരുദേവൻ ചെയ്ത പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകത, കണ്ണാടി പ്രതിഷ്ഠ എന്ന് വേദത്തിൽ പറഞ്ഞാൽ ഭദ്രകാളിയുടെ ബിംബരൂപമാണ്. അതായത് ശക്തി, ഫോഴ്സിന്റെ ബിംബരൂപത്തിന് കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുക ക്ഷേത്രങ്ങളിൽ പറയുക. അപ്പൊ കണ്ണാടി പ്രതിഷ്ഠയാണ് ഒരു ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഗുരു പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പും അങ്ങനെ തന്നെയാണ്. മുമ്പും അങ്ങനെ ശക്തിയാണ് പ്രഖ്യാനിച്ചത്. അപ്പൊ അതായത് അതുകൊണ്ടാണ് ഗുരു എന്തെഴുതിയത്, കാളി നാടകം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്. അദ്ദേഹം ഉപാസനയിലൂടെ ആ പുസ്തകം. അപ്പൊ അദ്ദേഹം ആ ദേവതയെ കണ്ടു, ആ ദേവതയുടെ രൂപത്തെ വർണ്ണിച്ചു, അദ്ദേഹം അതിനെ എക്സ്പീരിയൻസ് ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു, അതിൻ്റെ പ്രതിരൂപമായ കണ്ണാടിയെ പ്രതിഷ്ഠിച്ചു. രണ്ടർത്ഥത്തിലും, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അർത്ഥത്തിലും അതിനെ നമുക്ക് എടുക്കാം. അതിലുപരിയാതെ ഇതിനു മുമ്പ് ഭാരത സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന ഭദ്രകാളി വിഗ്രഹത്തിൻ്റെ അരൂപമായിട്ടുള്ള, എന്നാൽ അതിനകത്ത് ഭദ്രകാളിയെ പൂജിക്കുകയും ചെയ്യും. അതിന് കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഈ നമ്മുടെ അഷ്ടലക്ഷ്മി യാഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതിനകത്ത് ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ വിഘ്നേശ്വര പൂജയുമായി ബന്ധപ്പെട്ട്, വിഘ്നേശ്വരനായിട്ട് അല്ലെങ്കിൽ വിനായക പൂജ എന്ന് നമ്മൾ പറയല്ലോ, നമ്മുടെ സാക്ഷാൽ ഗണപതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹോമങ്ങളൊക്കെ മിക്കവാറും ഗണപതിയുമായി ബന്ധപ്പെട്ടാണല്ലോ നിൽക്കുന്നത്. ഈ ഹോമവും യാഗവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളത്? ഹോമം എന്ന് പറയുന്ന സമയത്ത് എല്ലാം നമ്മൾ അഗ്നിയിലാണ് തീർച്ചയായിട്ടും സമർപ്പിക്കുന്നതെങ്കിൽ കൂടി യാഗത്തിൻ്റെയും ഹോമത്തിൻ്റെയും പറയുമ്പോൾ വിഘ്നേശ്വര ഹോമം എന്ന് പറഞ്ഞല്ലോ, ഈ വിഘ്നേശ്വരനും ഗണപതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഉണ്ട്, ഒത്തിരി വ്യത്യാസം. തടസ്സങ്ങളുടെ ദേവനല്ലേ. അതായത് ഗണാനാപതി ഗണപതി ഒരു ഗ്രൂപ്പിന്റെ അധിപനാണ്. ആ ഗണപതി തന്നെ വിഘ്നേശ്വരനാവുമ്പോൾ രൂപം മാറി. വ്യക്തി ഒന്നാണെങ്കിലും ഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആള് മാറും. വിഘ്നേശ്വരനായിട്ട് വരുമ്പോൾ ഒരാൾ തന്നെയാണ് ഭർത്താവായിട്ടിരിക്കുന്നതും മകനായിട്ടിരിക്കുന്നതും അച്ഛനായിട്ടിരിക്കുന്നതും. എന്തോരം വ്യത്യാസം! അവരുടെ ധർമ്മത്തിൽ വ്യത്യാസമുണ്ട്, കർമ്മത്തിൽ വ്യത്യാസമുണ്ട്, സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, സങ്കല്പത്തിൽ പോലും വ്യത്യാസമുണ്ട്. ശക്തി ഗണപതിയെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ശക്തി ഗണപതി വേറെയാണ്. ഗണപതി തന്നെ ഒരുപാട് രൂപത്തിലുണ്ട്. അത് ഓരോ ആവശ്യത്തിനും ഓരോ ഗണപതിക്ക് ഓരോ സമയത്ത് ഓരോ ദ്രവ്യങ്ങൾ കൊണ്ട് ഓരോ മന്ത്രങ്ങൾ കൊണ്ട് ഹോമം കഴിച്ചാൽ മാത്രമാണ് ആ ഫലം കിട്ടുന്നത്. അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഗണപതി ഹോമം കഴിച്ചിട്ട് ഫലം കിട്ടാതെ വരുന്നത്. ഗണപതി ഹോമം ആര് കഴിക്കണം? അവനവൻ സ്വമേധയാ കഴിക്കണം. അറിയില്ലെങ്കിൽ അത് പഠിക്കണം.
അപ്പോൾ ഗണപതി ഹോമവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? ഉണ്ട്. ഇവിടെ ഇത് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ദിവസം, അഷ്ടലക്ഷ്മി യാഗം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ വിഘ്നേശ്വര ഹോമത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അതെ, എല്ലാം ഗണപതിക്ക് വെച്ചാണല്ലോ സാധാരണ അതെ, തുടങ്ങാറ്. അതെ, അങ്ങനെ അതെ, അതെ. ഒരു എപ്പോഴും നമ്മൾ പാരമ്പര്യം അതെ, നമുക്കുണ്ടല്ലോ. ഗുരു ഫസ്റ്റ്, അതെ. കഴിഞ്ഞാൽ ഗണപതി, അത് കഴിഞ്ഞാൽ സരസ്വതി, ആ അത് കഴിഞ്ഞാൽ പരമാത്മാവ്, അതായത് എല്ലാത്തിൻ്റെയും അധിപനായ ഈശ്വരൻ. അതിനാണ് അത് ശരി. ഇതിനകത്ത് ഇപ്പൊ ലക്ഷ്മി വിനായക ഹോമം എന്ന് കാണാം. ഉവ്വ. വിനായകൻ ഗണപതി തന്നെയാണല്ലോ, അതെ, മറ്റൊരു ഭാവമാണെങ്കിൽ അതെ. പോലും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി വിനായക ഈ ഭാവത്തിന് നമ്മുടെ അഷ്ടലക്ഷ്മി യാഗവുമായി ചേർന്ന് ചിന്തിക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യമുണ്ടോ? ഉണ്ട്. ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ലക്ഷ്മി വിനായകൻ എന്ന് വെച്ചാൽ ധനം സംബന്ധമായ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ട ഗണപതിയുടെ പൂജയാണ്. ധനം വരാനുള്ള തടസ്സത്തിൻ്റെ ദേവനായിട്ടാണല്ലോ, തടസ്സം മാറ്റാനുള്ള ദേവനായിട്ടുള്ള ഗണപതിയെ നമ്മൾ കണക്കൂട്ടുന്നത്. അതിൽ തന്നെ വിഘ്നേശ്വര ഭാവമാണ്. ഈ വിഘ്നേശ്വരൻ തന്നെയാണ് പിന്നെ വീരഗണപതി ആവുന്നതും, ഹരിദ്ര ഗണപതിയാവും, ഉച്ഛിഷ്ട ഗണപതി ആവുന്നതും, ശക്തി ഗണപതി ആവുന്നതും, മഹാഗണപതി ആവുന്നതൊക്കെ ആരാണ്? ഈ ഭാവത്തിൻ്റെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളാണ്, വ്യത്യസ്ത സമയത്താണ്. വിഘ്നേശ്വര ഹോമം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വേണം കഴിക്കാൻ. ഓ, എന്തുകൊണ്ട്? ഒരു മനുഷ്യന് ഒരു ദിവസം 21,600 ശ്വാസമാണ്. ഒരു മനുഷ്യൻ്റെ ബ്രീത്ത് എന്ന് പറയുന്നത്, ഒരു ദിവസം എന്ന് പറയുന്നത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് 21,600 ശ്വാസം. അത് അങ്ങ് വൈദ്യശാസ്ത്രം പഠിച്ചതുകൊണ്ട്, മെഡിക്കൽ സയൻസ് പഠിച്ചതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ ക്ലിപ്തതയുണ്ട്. അതെ. അപ്പോൾ അതിൽ 600 ശ്വാസം മാത്രമാണ് എന്തിനുള്ളത്? ഈ തടസ്സം മാറ്റാനുള്ളൂ. ഇത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ്. ഈ ബ്രീത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങോട്ടാ പോണേന്നുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ 76 ജനിച്ച ആളാണ്. ജനിക്കുന്നതിന് മുമ്പ് 72 മറ്റേ ഇംഗ്ലീഷ് പത്രത്തിൽ ഓർഗൺ ക്ലോക്ക് വന്നിരുന്നു. നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങൾ ഏതൊക്കെ സമയത്താണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടൊരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു. അപ്പോൾ ഹാർട്ടിൻ്റെ ടൈം, ലിവറിൻ്റെ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മെഡിക്കൽ ഇതിൽ നമുക്ക് അത് നമുക്ക് ഇപ്പൊ തന്നെ കാണാം. വെളുപ്പിന് 3 മണിക്കോ 5 മണിക്കോ ഇടയിലാണ് മിക്ക ശ്വാസം മുട്ട് ആളുകൾക്ക് വരും. കാർഡിയാക് അറസ്റ്റ് വരുന്നത്. അതെ, അതെ, അത് സാറിന് അറിയാം, ഡോക്ടർ എന്ന നിലയിൽ. അപ്പൊ അത് മിക്കവാറും ഈ മെഡിക്കൽ സയൻസ് തെളിയിച്ചിരിക്കുന്ന കാര്യമാണ്. അതെ, അതെ. മിക്കവാറും കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്നതെല്ലാം ഈ സമയത്താണെന്ന് കേട്ടിട്ടുണ്ട്. ഉറക്കത്തിൽ മരിച്ചു പോകുന്ന ആള് പോലും അറിയാതെ മരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഈ സമയത്താണ് ഈ സമയത്താണ് വരുന്നത്. ഇവിടെ പിന്നെ എല്ലാ ദിവസവും വിഘ്നേശ്വര ഹോമം ഉണ്ട് കേട്ടോ. 5 മണിക്ക് ഇത് ആരംഭിക്കും. വെളുപ്പിന് 5 മണിക്കാണ് ഇത് ആരംഭിക്കുന്നത്. 5 എത്ര മണി വരെ മണിക്ക്. തുടരും? രാത്രി 9:30 മണി വരെ തുടരും. അപ്പോൾ ഈ ലക്ഷ്മി യാഗമാണ് യഥാർത്ഥത്തിൽ അഷ്ടലക്ഷ്മി. അങ്ങ് ആദ്യം സൂചിപ്പിച്ചല്ലോ, ധനം, ധാന്യം, ധൈര്യം, സന്താനം, ഇങ്ങനെ വിദ്യ, ഇങ്ങനെ ധാരാളമായ 8 കാര്യങ്ങളെ ചൊല്ലിയുള്ളത്. അവിടെ ഈ ദിവസേന ഗണപതി ഹോമത്താലാണ് തുടക്കം. ഈ ഗണപതിയുടെ 6-7 ഭാവങ്ങൾക്ക്, അതോ 8 ഭാവങ്ങൾക്കോ അവിടെ വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് നോട്ടീസിൽ കാണുന്നു. വളരെ പ്രാധാന്യത്തോടു കൂടിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എല്ലാ ദിവസവും വിഘ്നേശ്വര ഹോമം നടക്കുമ്പോൾ തന്നെ ഓരോ ദിവസവും ഓരോ ഗണപതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു ദിവസം മഹാഗണപതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു ദിവസം ചെയ്യണ സമയത്ത് വിഘ്നേശ്വരന് അന്നത്തെ ദിവസം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നു. ഒരു സമയം ലക്ഷ്മി ഗണപതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നു. പക്ഷേ എങ്കിലും എല്ലാ ദിവസവും വിഘ്നേശ്വര ഹോമമുണ്ട്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, ഈ ശിവ പാർവതിമാരുടെ മക്കളിൽ ഈ സുബ്രഹ്മണ്യൻ ഇല്ലാത്ത ഒരു പ്രാധാന്യം ഗണപതിക്ക് ഹോമങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്, മിക്കവാറും ക്ഷേത്രങ്ങളിലും കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? തിരസ്കൃതനായി എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, അങ്ങനെ പറയുന്നതല്ല. ആ പ്രാധാന്യം കുറഞ്ഞു പോയത് എന്തുകൊണ്ടായിരിക്കും? ഓരോ ദേവന്മാർക്കും ഓരോ കാര്യമാണ് പ്രിയം. ഹോമപ്രിയനായിട്ടുള്ള ദേവനുണ്ട്, അർച്ചന പ്രിയനായിട്ടുള്ള ദേവനുണ്ട്, പ്രാർത്ഥന പ്രിയനായിട്ടുള്ള ദേവനുണ്ട്. അപ്പോൾ എന്തിലാണോ പ്രിയം, നമ്മൾ ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ കഥകളിൽ തന്നെ എന്താ പറയുക, ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹോമത്തിന് പ്രധാനം വന്നു. കാരണം ഈ ഹോമങ്ങളെല്ലാം എങ്ങടാ ചെല്ലുക? അദ്ദേഹത്തിൻ്റെ ഉദരത്തിലേക്കല്ലേ. ഹോമത്തിൻ്റെ ആ അഗ്നി എന്ന് പറയുന്നത് ഭഗവാന്റെ വായയാണെന്ന് വിചാരിച്ചിട്ട് ആ വായയിലേക്കാണ്, ആ അഗ്നിയിലേക്കാണ് ഹോമിക്കുന്നത്. അതുകൊണ്ടാണ് ഗണപതി എല്ലാത്തിനും. പിന്നെ ഗണപതിക്ക് വിഘ്നേശ്വരൻ എന്നുള്ളൊരു ഭാവം കൂടി ഉള്ളത് കൊണ്ട് തന്നെ തടസ്സം മാറണ ഉദ്ദേശങ്ങളുടെ കൂടി അതിനകത്തുണ്ട്. അതേസമയം മുരുകൻ മഹാദേവൻ്റെ മക്കളിൽ ഭദ്രകാളി മകളാണ്. ഹനുമാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ബീജത്തിൽ നിന്നുണ്ടായതാണ്. ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ അത് മുരുകൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മുരുകൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും സുന്ദരനായ ദേവനാണ് മുരുകൻ. മുരുകന് പ്രധാനം എന്താണ്? പ്രാർത്ഥനയാണ്, കീർത്തനങ്ങളാണ്, അർച്ചനകളാണ്, ദീപാരാധനകളാണ്. അതുകൊണ്ടാണ് സംഭവം. ഇപ്പോൾ ഇടുക്കിയിൽ ആദ്യമായി നടക്കുന്ന ഒരു യാഗമാണ് ഇതെന്ന് അങ്ങ് പറഞ്ഞു. ഇപ്പോൾ ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അപരിചിതമായ ഒരു മേഖലയാണ് യാഗങ്ങളുടെ മേഖല.
നമുക്ക് സത്യത്തിൽ ഈ യാഗങ്ങളെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും ഇവിടെയുള്ള ആളുകളിൽ തന്നെ പകുതി പേരെങ്കിലും അറിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവർക്കൊരു നൂതന അനുഭവമായിരിക്കും അത്, തീർച്ചയായിട്ടും അല്ലേ? അതുകൊണ്ട് അത് തീർച്ചയായിട്ടും കാണാനൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ എത്തുമായിരിക്കും. ആളുകൾ വരും. ആളുകൾ അപ്പോൾ അവരുടെ മനസ്സിലുള്ളത്, ഇപ്പോൾ എൻ്റെയൊക്കെ മനസ്സിലുള്ളത് പ്രധാനമായിട്ടും പറഞ്ഞാൽ കുറേ വായനാനുഭവങ്ങളാണ്. ഈ വായനാനുഭവങ്ങളല്ലാതെ നമുക്ക് ജീവിതാനുഭവങ്ങൾ യാഗവുമായി ബന്ധപ്പെട്ടേ ഇല്ല. ഇല്ല. അത് നമ്മളൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് മാത്രമല്ല, അത് നമുക്കൊരു വിഷയമല്ല. കാരണം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അത് നടക്കുമെങ്കിൽ നമ്മുടെ അവിടെ പോവുകയും യാഗങ്ങളെ, ഈ അനുഭവങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിലിപ്പോൾ ഈ പുത്രകാമേഷ്ടി യാഗത്തെ സംബന്ധിച്ച് ആളുകളുടെ മനസ്സിലെ ഈ രാമായണത്തിലെ യാഗങ്ങൾ, അതെ, അതെ. മഹാഭാരതത്തിലെ രാജസൂയം, യോ. അങ്ങേക്കറിയാലോ, ഈ യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഭീഷ്മരുടെ ഉദകക്രിയകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹസ്തിനപുരിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ വ്യാസനും കൃഷ്ണനും കൂടി, അല്ലെങ്കിൽ അവരോട് ധർമ്മപുത്രർ പറയുന്നുണ്ട്, എനിക്ക് മടുത്തു, എനിക്ക് രാജ്യമൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. അപ്പോൾ വ്യാസൻ പറയുന്നൊരു ഭാഗമുണ്ട്, അങ്ങ് രാജസൂയം കഴിഞ്ഞ രാജാവാണല്ലോ, അതെ. ഭരണമാണ് അങ്ങയുടെ പ്രധാന ധർമ്മം. ഉദ്യോഗം, ധർമ്മം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രാജസൂയം എന്ന് കേൾക്കുമ്പോൾ, രാജസൂയം എന്താണെന്ന് അറിയുമ്പോഴാണ് അത് 6 സോമയാഗങ്ങൾക്ക് തുല്യമാണ്, തുല്യമാണ്, 2 പശുയാഗങ്ങൾക്ക് അതെ, തുല്യമാണ് അതെ. എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അതെ. അവിടെയാണ് ഈ അശ്വമേധയാഗത്തെ സംബന്ധിച്ച് വ്യാസൻ സൂചിപ്പിക്കുന്നത്. ഈ രാജസൂയം, അശ്വമേധയാഗം, പുത്രകാമേഷ്ടി യാഗം, ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട യാഗങ്ങളായിട്ട് വരുന്നത്. അതൊന്നും ഇപ്പോഴില്ലേ? അത്തരം യാഗങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കൂടുതലും വടക്കേ ഇന്ത്യയിലാണ് നടക്കുക. യാഗങ്ങളൊക്കെ തന്നെ കൂടുതൽ നടത്തുന്നത് തൃശ്ശൂരിനപ്പുറത്തേക്ക് പാഞ്ഞാളിലാണ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് നടക്കുക. ഇടുക്കി ജില്ലയുടെ സ്ഥലത്ത് ഇത് നടന്നിട്ടില്ല. ഈ യാഗഭൂമി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ചില കണ്ടീഷൻസ് വെച്ചിട്ടാണ് യാഗഭൂമിയെ തിരഞ്ഞെടുക്കുക. അതായത് വാസ്തുവിന് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. ഇടുക്കി ജില്ലയിൽ അതിന് പറ്റിയ കാലാവസ്ഥ സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് ഇത്. ഇനി അതിനുള്ള സാഹചര്യം വരും, പഴയ കാലഘട്ടം ഒത്തിരി മാറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി അത്തരം കാര്യങ്ങൾ ഇങ്ങോട്ട് വരാം. ഇടുക്കി ജില്ലയിൽ ഇത് നടന്നിട്ടില്ല എന്നേ ഉള്ളൂ, കേരളത്തിൽ ഇത് നടന്നിട്ടുണ്ട്. അത് ശരി, നടത്തുന്നുണ്ട്. ഇതിനൊക്കെ വലിയ സാമ്പത്തിക ചെലവ് വരുന്നു. ഇപ്പോൾ ഈ അശ്വമേധയാഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് പൈസയെല്ലാം ദുര്യോധനെല്ലാം ആളുകളിൽ നിന്ന് പിഴിഞ്ഞ് നശിപ്പിച്ചുവെന്നും ഇനി എന്നെക്കൊണ്ട് പിരിക്കാനാവില്ല എന്നും ധർമ്മപുത്രർ പറയുന്നുണ്ടല്ലോ. അപ്പോഴാണല്ലോ വ്യാസൻ പറയുന്നത്, അങ്ങ് ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഇക്ഷാകു വംശത്തിൽപ്പെട്ട ഒരാൾ, പ്രത്യേകിച്ചൊരു മരുത്തൻ നടത്തിയതിൻ്റെ നിധി കുംഭങ്ങൾ ഒരു മലയ്ക്ക് കിഴക്ക് കുഴിച്ചിട്ടുണ്ട്, അതെടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നത്. അത് ഭയങ്കരമായ ആനകളെയൊക്കെ ചുമന്നുകൊണ്ട് പോയാണ്, ആനകളാണ് ചുമന്നുകൊണ്ട് വന്നത്, അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും പൈസ വേണ്ടേ ഇതിന്? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ യാഗം നടത്തുന്നത് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ധാരാളം ധനപരമായ കാര്യങ്ങൾ സ്വമേധയാ ഒഴുകി വരും. ഇത്തരം ഒരു യാഗം നടത്തുന്നതിന് ധാരാളം ആളുകൾ വേണം, ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും, ആളുകൾ എൻ്റെ വഴിപാടായിട്ട് കഴിക്കും, യാഗം ആളുകൾ ചീട്ടെടുത്ത് കഴിക്കും. ഈ ലക്ഷ്മി പ്രവർത്തിക്കാനാണല്ലോ യാഗം നടന്നത് തന്നെ. അതെ, അതെ. അപ്പം ഇവിടെ ഒരു പ്രത്യേകിച്ച് മഹാലക്ഷ്മി, അതിൽ അഷ്ടലക്ഷ്മി യാഗമായതുകൊണ്ട് തന്നെ ഈ ചെയ്യുന്ന ആളുകളുടെ ഗുണം, ആ ഗുണഭോക്താക്കളാണല്ലോ യാഗം ചെയ്യുന്നത്, ആ ഗുണം ആവശ്യമുള്ളവർ. അതുകൊണ്ട് തന്നെ ധനം അതിൽ ധാരാളം വന്നു ചേരും. അങ്ങനെ ഓരോ ഭക്തനും, ഇപ്പോൾ ഒരാൾ അതിനകത്തൊരു യാഗം ചെയ്യാനായിട്ട് വരുമ്പോൾ അവനെ യാഗം ചെയ്ത് സമിത്തുക്കളും അവന് കൊടുക്കേണ്ട പ്രസാദം, അതായത് വീട്ടിൽ സൂക്ഷിക്കാൻ പാകത്തിനുള്ള തകിട് എഴുതിയാൽ കൊടുക്കുക. ഒരു തകിട് എഴുതി ഇന്ന് മേടിക്കണമെങ്കിൽ 1000, 1500 കൊടുക്കുന്ന സമയത്ത് ഒരു 1000 രൂപ കൊടുക്കുന്ന യാഗം ചെയ്യുന്ന വ്യക്തിക്ക് അവന് സ്വയം യാഗം ചെയ്യാം, അവന് ഇതെല്ലാം അവന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യാഗസ്ഥലം ഉണ്ടല്ലോ, ഈ യാഗസ്ഥലത്ത് പ്രധാനമായിട്ടും വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും? വിറക് പോലുള്ള അവിടെ വേണ്ടത് സാധാരണ ഹോമങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യത്യാസമായിട്ട് നെയ്യ് വേണം, ഒരു 150 കിലോയോളം നെയ്യ് വേണം. അതുപോലെ ധാരാളം സാധനങ്ങൾ വേണം, ഒരു 10-40 ടണ്ണോളം വിറക് വേണം. അങ്ങനെയുള്ള എല്ലാ സാധനത്തും മാത്രമല്ല, ഈ മരത്തിന്റെ തന്നെ പ്ലാവിന്റെ വിറകാണ് ഉപയോഗിക്കുക. വരിക്കപ്ലാവിന്റെ വിറകെന്നാ പറയും, അത് തന്നെ വേണം എന്നാണെന്ന്. അതിന് നല്ല കനലുണ്ടാവും, ചൂടും. അതെ, അതെ. ഈ യാഗ അഗ്നിയുടെ, ഈ ഹോമാഗ്നിയുടെ ചുറ്റിനും ഇരുന്നാണ് ഈ മന്ത്രോച്ചാരണം. ചുറ്റിനും ഇരുന്ന് കൂടുതൽ ആളുകൾ വന്നാൽ അതിനനുസരിച്ച് അടുക്കത്തിലിരിക്കും. അപ്പോൾ പ്രധാന ഹോത്രി എന്ന നിലയിൽ, ആചാര്യൻ എന്ന നിലയിൽ അങ്ങേക്ക് അതിൻ്റെതായ ഈ ചൂട് ഈ പ്രധാന ആചാര്യന്മാരെ വലയ്ക്കുമോ? നല്ല അഗ്നി ഉണ്ടാവും, പക്ഷേ അതിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ തോന്നാറേ ഇല്ല. ധാരാളം നമ്മുടെ ആൾ പൊക്കത്തിൽ അഗ്നി ഉണ്ടാവും, അതിൻ്റെ തൊട്ടടുത്തായിരിക്കും ഇരിക്കുക. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. 10 ദിവസം അങ്ങ് തന്നെയാണോ അത് നയിക്കുന്നത്? ഇതിനകത്ത് ഞാൻ ആ യാഗത്തിൻ്റെ യജമാനനാണ്. ഇത് അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി എന്ന് പറയുന്ന, അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ മേൽശാന്തിയൊക്കെ ആയിട്ട ആളാണ്. അദ്ദേഹം ഇതിൻ്റെ പ്രധാന യാഗം ചെയ്യുന്ന ആൾ കൂടിയാണ്.
അതെ. അങ്ങ് കൈലാസിയാണല്ലോ. ഈ കൈലാസി എന്ന് വിശേഷിപ്പിക്കുന്നത് കൈലാസ പർവ്വതം. ഇപ്പൊ സാക്ഷാൽ പരമശിവൻ വാഴുന്ന ഇടമാണല്ലോ അതെ കൈലാസം അതെ എന്ന് പറയുന്നത്. അവിടെ അവിടെ സത്യത്തിൽ ഗിരീശൻ എന്നൊക്കെ അദ്ദേഹത്തിന് പേര്, പേരുണ്ട്. രുദ്രൻ എന്ന് പേരുണ്ട്, മഹാദേവൻ എന്ന് പേരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ വടക്കുന്നാഥൻ എന്ന് പോലും പേരുണ്ട്. ഉവ്വ. ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ അതെ വടക്കുന്നാഥ ക്ഷേത്രം അതെ സത്യത്തിൽ ശിവക്ഷേത്രമായിട്ട് ബന്ധം വടക്കുന്നാഥൻ അതെ എന്ന് പേരുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ എത്ര കാലം താമസിച്ചാലാണ് ഈ പട്ടം ലഭിക്കുക? കൈലാസത്തിൽ പോവുക, അതായത് നമ്മൾ ഹജ്ജിന് പോയ ആളെ ഹാജി എന്ന് വിളിക്കും. കൈലാസ യാത്ര നടത്തുന്ന ആളുകൾക്ക് കിട്ടുന്ന സർനെയിമാണ് കൈലാസി. 5 പ്രാവശ്യം പോയ ആളെ പഞ്ചകൈലാസി എന്ന് വിളിക്കും. ഞാൻ ഓ. 3-4 പ്രാവശ്യം കൈലാസത്തിൽ പോയിട്ടുള്ള ആളാണ്. അങ്ങ് അവിടെ ഈ കൈലാസത്തിന്റെ ഒരു പ്രത്യേകത രാജഹംസങ്ങളുള്ള ഇടമാണ്, അതെ മാനസ സരോവരമുള്ള ഇടമാണ്. അതെ നേരിട്ട് കണ്ടിട്ടുണ്ടോ മാനസ സരോവരം? നേരിട്ട് കണ്ടിട്ടുണ്ട്. ഉണ്ട്. രാജസ്ഥലും മാനസരോവരും നേരിട്ട് കണ്ടിട്ടുണ്ട്. ചെറിയ ഒരു സ്ഥലം കൊണ്ടാണ് അതിനെ രണ്ടും തിരിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ജീവജാലങ്ങൾ വളരും, മറ്റൊന്നിൽ ഒരു ജീവിയും ജീവിക്കുകയില്ല. ദേവന്മാരും അപ്സരസുകളും ഒക്കെ കുളിക്കാനിറങ്ങുന്നു എന്ന് കവികൾ പറയുന്ന ഇടമാണ്. അതിന്റെ ഒരു മനോഹാരിത നേരിൽ കാണാനുണ്ടോ? വളരെ ഭംഗിയുള്ള ഇടമാണ്. അപ്പോൾ എല്ലാവരും പോയി കാണേണ്ട ഇടമാണ്. നിറയെ വെള്ളമാണ്. വളരെ രസകരമായ ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ ഓക്സിജന്റെ കുറവുണ്ടെന്നുള്ളൂ, പക്ഷെ ആനന്ദം വളരെ വലുതാണ്. ഈ രാജത്വമുള്ള ദിവ്യത്വമുള്ള പക്ഷികളാണല്ലോ രാജഹംസം. ഈ രാജഹംസത്തെ അവിടെ മാത്രമേ കാണാനാവൂ എന്നാണ്, വേറെ എങ്ങും കാണാനാവില്ല. രാജഹംസങ്ങൾ എന്നതിന്റെ പേരിൽ പലരും പലതൊക്കെ അതെ പറയുമെങ്കിലും അതെ യഥാർത്ഥ പാല് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൽ പാല് മാത്രം വലിച്ചു കുടിക്കാൻ കഴിയുന്ന പക്ഷിയാണ് അത്രേ പക്ഷിയാണെന്നാണ്. രാജഹംസം. അതെ അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പക്ഷിയെ അങ്ങ് കണ്ടോ അവിടെ? കണ്ടു കണ്ടു. കണ്ടു. അത്രമാത്രം സൗന്ദര്യാത്മകമായ ദർശനം. വളരെ ഭംഗിയുള്ള ദർശനമാണ്. അവിടെ പറക്കും. ചെല്ലുമ്പോൾ ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പോകുന്നത്. കാരണം ഒരു 2-3 ലക്ഷം രൂപ വേണം ഒരാൾക്ക് പോകണമെന്ന് വെച്ചാൽ അത്രയും ത്യാഗം സഹിച്ച് പോകുന്നതിന്റെ കാരണം അതിന്റെ ആ ഒരു ആനന്ദവും സുഖവും നമുക്ക് അങ്ങേക്കറിയാലോ, അനുഭവിക്കാം. ഇന്ത്യയിൽ ഭാരതത്തിലെ ഏറ്റവും 80% ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണ്. അതിൽ തന്നെ ശൈവരാണ് അധികവും. അതെ ശിവപൂജ അല്ലെങ്കിൽ നടത്തുന്നത്. ശിവനെ ആരാധിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ ഈ കൈലാസവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങയുടെ അനുഭവം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കൈലാസത്തിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിന് ഉള്ളിൽ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഉയർന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതിനകത്തുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ്, ഓക്സിജൻ്റെ അളവ് കുറയുന്നു. ഈ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ തന്നെ ഒരു മെഡിറ്റേഷൻ സ്റ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഡോക്ടേഴ്സ് ചിലപ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. പക്ഷേ മനസ്സ് ഏകാഗ്രമാവും. മനസ്സിന് ഇപ്പോൾ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ കൂടിയ ഏകാഗ്രത കിട്ടുന്നു, സ്വസ്ഥത കിട്ടുന്നു, ശാന്തത കിട്ടുന്നു, സമാധാനം കിട്ടുന്നു. അതാണല്ലോ ഏറ്റവും വലുത് മനുഷ്യനെ സംബന്ധിച്ച് സ്വസ്ഥത, ശാന്തി, ഈ ശാന്തത, ഇതൊക്കെയാണ് വലിയൊരു സമാധാനം എന്നൊക്കെ പറയുന്നത് വലിയ. അവസാനമായി അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഡോക്ടറാണ് അങ്ങ്, വൈദ്യശാസ്ത്രം പഠിച്ച ആളാണ്. തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രവും ഈ ആത്മീയതയും തമ്മിൽ പലപ്പോഴും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കേണ്ടി വരും. കാരണം ഓരോന്ന് നമ്മൾ വളരെ യുക്തിഭദ്രമായിട്ടാണ് അങ്ങ് അത് പഠിച്ചു പോകുന്നത്. അതുകൊണ്ടാണ്. മറ്റതിൽ യുക്തി ഇല്ലെന്ന് ചോദിച്ചാൽ അല്പമൊക്കെ അയുക്തികമാണ്. പല മതങ്ങളുടെയും ചിന്തകൾ അയുക്തികമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് അങ്ങനെ തോന്നാൻ പാത്രം ചില കെട്ടുകഥകൾ അതിൻ്റെ പിന്നിൽ അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു കോൺഫ്ലിക്റ്റ് ആവുകയും അങ്ങയിൽ ഒരു ആശയ സംഘർഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഞാൻ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറല്ല. ഞാൻ പരമ്പരാഗത രീതിയിലും മറ്റുള്ള ധാരാളം വിഷയങ്ങളും പഠിക്കുകയും PhD എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതും. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഈ ആത്മീയ വിഷയവും ഭൗതിക വിഷയം എന്ന് പറയുന്നത് രണ്ടായി കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇത് ശരിക്കും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളുടെ മനോബലത്തെ വർദ്ധിപ്പിക്കാനും നമുക്കും നമ്മുടെ ചുറ്റിലും ഉണ്ടാവർക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാൻ ചെയ്യുന്ന കാര്യമാണ് ഈശ്വരീയ കാര്യം. കുറച്ച് നാളായിട്ട് നമ്മുടെ സമൂഹത്തിൽ പിന്നോട്ടടിക്കുകയാണെന്നും വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ പിന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും അതുവഴി ചില അനാചാരങ്ങൾ വീണ്ടും തുറക്കപ്പെടുകയാണെന്നും അതിൻ്റെ വാതിലുകളൊക്കെ തുറന്നു കിട്ടുകയാണെന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ പരക്കെ നിലനിൽക്കുന്നുണ്ട്. അത് വിമാനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ഓപ്പറേഷൻ്റെ കാര്യത്തിലായാലും അങ്ങനെ പല ചില ചിന്തകൾ ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കമൻറ്റുകളാണ്, ഉദീരണങ്ങളാണ്. അതൊക്കെ പിന്നീട് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഒരു യാഗം നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുമ്പോൾ ആ യാഗത്തിൻ്റെ പിന്നിൽ ചില ദുരുദ്ദേശങ്ങളാണ്, അന്ധവിശ്വാസത്തെ വീണ്ടും പുനഃസ്ഥാപിക്കലാണ് എന്നൊക്കെ പറഞ്ഞു വരുമോ? ക്ഷീരമുള്ളൂർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം. എത്രയൊക്കെ പാലുണ്ടെങ്കിലും കൊതുക് പാൽ കുടിക്കുന്നില്ല. ഇതുപോലെ സുദൃക്കുകളും ദുഷ്ടദൃക്കുകൾ, അതായത് ദുഷ്ടൈക ദൃക്കുകൾ, ചില ആളുകൾ എന്തിനേയും നെഗറ്റീവായിട്ടേ കാണും. അത് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ യാഗങ്ങളെല്ലാം തന്നെ പണ്ട് നടത്തിയിരുന്നതിൽ നിന്നും ഒരുപാട് മാറ്റം ഈ യാഗത്തിലുണ്ട്. കാരണം ഇത് യാഗം ചെയ്യുന്നത് ആ വ്യക്തിയാണ്.
ഭക്ഷണം കഴിക്കുന്നവന് വിശപ്പ് മാറുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ അനാചാരങ്ങളും ദുരാചാരങ്ങളുമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ, ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് അന്ധവിശ്വാസമായിട്ട് മാറുന്നത്. അന്ധമായിട്ടല്ല വിശ്വസിക്കുന്നത്, ശാസ്ത്രീയപരമായ അടിത്തറയോടുകൂടി എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വസിച്ചാൽ അതിനകത്ത് പിന്നെ ഇവിടെ ആരെയും മറ്റു രീതിയിലുള്ള ദുരാചാരങ്ങളിലേക്ക് കടക്കുന്നില്ല. മൃഗബലിയോ മനുഷ്യബലിയോ ഒന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഒന്നുമില്ല. വെറുതെ മനുഷ്യനെ എല്ലാവരും സുഖം പ്രാപിക്കണം, അത്രോ സുഖം വരിക്കണം അസുഖം വരണം. എന്നുള്ള ഒറ്റ ഒറ്റ ആഗ്രഹത്തിൽ ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ജാതി മത ലിംഗ വർണ്ണ വിവേചനം ഇല്ലാതെ എല്ലാവർക്കും വരാം. ഈ പങ്കെടുക്കുന്നവരെല്ലാം ഉപവസിക്കുന്നുണ്ടോ? അതും കൂടി ഒന്ന് ചോദിക്കും. ഒന്നുമില്ല, ഉപവാസമൊന്നുമില്ല. ഉപവാസമൊന്നുമില്ല. അല്ല, അവർക്ക് ഭക്ഷണം വേണം. ഭക്ഷണം അവിടെ ഭക്ഷണമുണ്ട്, അവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം, അവിടെ വരുന്നവരൊക്കെ താമസ സൗകര്യം എല്ലാം അവിടെ ഉണ്ട്. എല്ലാവർക്കും അല്ല, അവർക്ക് ഭക്ഷണം സമയാസമയം കൃത്യസമയത്ത് ഭക്ഷണമുണ്ട്. അത് ഏത് സമയത്താണ് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ, രാത്രിത്തെ എല്ലാ വ്യവസ്ഥയോടു കൂടിയാണ്. അതെല്ലാം പ്യൂർ വെജിറ്റേറിയൻ ആയിരിക്കുന്നു മാത്രം. വെജിറ്റേറിയൻ ഭക്ഷണമാണ് അവിടെ ആയിരിക്കുക. നോൺ വെജിറ്റേറിയൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ശുദ്ധിയും പരിശുദ്ധിയൊക്കെ അതിൻ്റെ ശുദ്ധിയോടും പരിശുദ്ധിയോടും കൂടിയാണ് ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ ഞങ്ങളെ പോലെയുള്ള ആളുകൾ അവിടെ നിന്ന് മാറില്ല, അവിടെ തന്നെയാണ് താമസിക്കുക. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള വ്രതങ്ങൾ ഞങ്ങൾ ഇതിന്റെ ഭാഗമായി രാത്രികളിൽ നിർനിദ്രത, അല്ലാതെ വിനിദ്രതയൊന്നുമില്ല. അതായത് ഉറക്കമുളക്കലൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതെല്ലാം ഉറങ്ങാനുള്ളവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം. രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഹോമ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഈ 9 ദിവസം 10 ദിവസം പിന്നിട്ട് പോകുമ്പോൾ മറ്റൊരു നവ്യാനുഭവമായി, ആത്മീയ അനുഭവമായി അവർ തിരിച്ചു പോകുന്നു. ലോകത്തിന് നന്മ വരട്ടെ എന്ന് അവരുടെ ഉദ്ദേശം എന്തോ അത് സഫലീകൃതമാവും. ആ ഉദ്ദേശം പറയാട്ടോ. ഇനിയിപ്പോൾ ഇത് ഈ യാഗത്തിന് മുമ്പോ യാഗം നടക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യം ഉണ്ടെങ്കിൽ വന്നത് ഡിമാൻഡ് ചെയ്യാം. അതിനുവേണ്ടി പ്രേ ചെയ്യുകയോ അതിനെങ്ങനെയാണ് പ്രേ ചെയ്യേണ്ടത് പഠിപ്പിക്കുകയോ ചെയ്യും. അവർക്കത് ഫോളോ ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമായി മാറട്ടെ. ഞങ്ങളെ അടിമാലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തരം യാഗാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ഹൈറേഞ്ചുകാർക്ക് ഉണ്ടായിട്ടില്ല, യജ്ഞാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിരാത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ആദ്യം സൂചിപ്പിച്ചതുപോലെ പുത്രകാമേഷ്ടി യാഗം, അശ്വമേധ യാഗം. അതിൽ അശ്വമേധ യാഗമാണ് പലപ്പോഴും നമ്മൾ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ നമുക്ക് പരിചയമുള്ള യാഗം. പക്ഷേ ഈ യാഗങ്ങളെ സംബന്ധിച്ചൊക്കെ ഏകദേശ ധാരണ ജനങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഈ അഷ്ടലക്ഷ്മി യാഗം എന്ന് പറയുന്ന യാഗത്തെ സംബന്ധിച്ച് ആദ്യമായായിരിക്കും ചിലരെങ്കിലും കേൾക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും ജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയാണ് അതിൻ്റെ പിന്നിൽ. ഇതിൽ വരികയും പ്രത്യേകിച്ച് ചർച്ചയിൽ പങ്കെടുക്കുകയും ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്ന പരിപാടിയിൽ വന്ന് സവിസ്തരം ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുകയും ചെയ്ത അങ്ങേക്ക് മീഡിയ നെറ്റിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും. നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. അഷ്ടലക്ഷ്മി യാഗത്തെ സംബന്ധിച്ചുള്ള ചർച്ച അവസാനിക്കുമ്പോൾ മറ്റു പലതരത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ ഉടലെടുത്തേക്കാം. അനാചാരങ്ങളെ തിരിച്ചു പിടിക്കുകയാണോ? പഴയകാല യാഗങ്ങൾക്ക് എന്തെങ്കിലും യുക്തിഭദ്രതയുണ്ടോ? ഇത് തികച്ചും അയുക്തികമായ കാര്യങ്ങളല്ലേ? ഇത് പഴയ കാലത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു നടത്തുന്ന പ്രാകൃതമായ ഒരു സമീപനമല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ചർച്ച നടക്കട്ടെ. തീർച്ചയായിട്ടും യജ്ഞം നടത്തുന്നവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ അതിൽ പങ്കെടുക്കുന്നവർക്ക് ചില സമാധാനപരമായ ഈശ്വര സംബന്ധിയായ വിചാരങ്ങളുമുണ്ട്. നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അഷ്ടലക്ഷ്മി യാഗ പരിപാടികൾ 10 ദിവസം നീണ്ടു നിൽക്കും. അത് സംഭവിക്കട്ടെ. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം.